കോക്ടെയിലിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എത്രയാണെന്ന് വെച്ചാൽ സഹിക്കുന്നേ. ഒരു മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. പണ്ട് ആഭ്യന്തരമന്ത്രി കസേര കിട്ടാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ്. ഇന്നിപ്പോൾ കാറ്റുണ്ട്, അപ്പോൾ തൂറ്റുക എന്നതാണ് ചെന്നിത്തലാജിക്ക് കരണീയമായിട്ടുള്ളത്. അങ്ങനെയാണ് ചാണ്ടി സാറിൻ്റെ ഗുണവധികാരങ്ങൾ നിരത്തി ഹൈക്കമാൻഡിന് നീട്ടിപ്പിടിച്ച് ചെന്നിത്തലാജി ഒരു കത്തെഴുതിയത്. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ രാഹുലൻ. അവൻ എന്റെ ആരുമല്ല, എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. ഞാനിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് വന്നതായി മനസ്സിലാക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാതെ അതേക്കുറിച്ച് പറയുന്നത് ഉചിതമല്ല. എടോ ഗോപി, ഏതോ വിവരം കിട്ടവൻ എന്തോ എഴുതിയെന്ന് വെച്ച് ഇത്രയും പേരുടെ സമയം മെനക്കെടുത്തണോ? സാർ അങ്ങനെ പറയരുത്. തന്നെയുമല്ല, അതിൻ്റെ ഒരു ആധികാരികത കൂടി കൃത്യമായി നിജപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ പ്രകടനം ഇപ്പോൾ ഞാൻ മുതിരുന്നില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ സുധീരൻ ജിക്ക് ഇതൊന്നും വിശ്വാസം വരുന്നില്ല. ചെന്നിത്തലാജി അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഏക ആളാണ് താനെന്നും സുധീരൻ ജിക്ക് അറിയില്ല. മലയാളക്കരയിൽ ആർക്കും അത് ചെന്നിത്തലാജി എഴുതിയതാണെന്ന കാര്യത്തിൽ സംശയമുണ്ടാവാൻ ഇടയില്ല. ഇനിയിപ്പോൾ സുധീരൻ ജിക്ക് കയ്യക്ഷരം പരിശോധിച്ചാൽ ബോധ്യപ്പെടുമായിരിക്കും. மச்சா இங்க ஒண்ணுமே நான் நினைச்ச மாதிரி அல்ல. நம்ம அரமனை வீடு 500 ஏக்கரும் அந்த திருட்டு பெடுவா மார்த்தாண்டம் பிள்ளை பலமாய் பிடிச்சு வச்சிருக்கிறார். இங்க ஒரே குழப்பமாயிருக்கு. நீங்கள் சீக்கிரம் வந்து சேருங்க. അതിൻ്റെ ഈ കത്തെന്ന് പറയപ്പെടുന്ന കത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. സ്വാഭാവികമായി ഇന്ന് യോഗം ഉണ്ടല്ലോ, സ്വാഭാവികമായി അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാൻ സാധിക്കും എന്താണ് സംഗതി എന്നുള്ളത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൻ്റെ ആധികാരികത അറിയാതെ അല്ലെങ്കിൽ നിജസ്ഥിതി അറിയാതെ ഏതെങ്കിലും ഒരു കമൻറ്റിലേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല. താനാണോ കത്തെഴുതിയത്? പിന്നെ തരാം. താനല്ലോ കത്തെഴുതിയത്? ഏത് കത്ത്? ആരുടെ കത്ത്? എന്റെ മുമ്പിൽ പൊട്ടങ്കളി കളിക്കരുത്. ഒരു നാറി എനിക്ക് വിശ്വാസമില്ല. അതിന്റെ സത്യം അറിയാതെ അവിടുന്ന് പ്രശ്നമില്ല. നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ നടങ്ങ്. ഉടനെ ഉണ്ടാക്കാം. കത്ത് മലയാളത്തിലാ. ഇവിടെ ഉള്ള ഏതോ നാറി മലയാളിയാണ് അത് എഴുതിയെന്ന് എനിക്ക് നല്ല ഉറപ്പാ. എന്താ പ്രശ്നം? ആളെ ഞാൻ കണ്ടുപിടിച്ചു വരാം. നോക്കി ആളെ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം KPCC 2 ദിവസമായി 15 മണിക്കൂറാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തിയത്. എല്ലാവർക്കും അവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, അവസരമുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും അവസരം കൊടുക്കാതിരുന്നിട്ടില്ല. ഈ 15 മണിക്കൂർ നേരത്തെ ചർച്ചയിൽ വരാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്നത്. എന്നെ മോശക്കാരനാക്കി നാട് കടത്താനുള്ള നിന്റെ മോഹം ചീറ്റിപ്പോയി എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും. നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പുകുട്ടൻ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. സംഗതി പിശകാണെന്ന് കണ്ട് ഹൈക്കമാൻഡ് കേരളത്തിലെ ഗ്രൂപ്പ് ത്രിമൂർത്തികളെ അങ്ങ് ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ടത്രേ. എന്നാൽ ഇപ്പോഴത്തെ കശപിശ തീർക്കാനുള്ള കോംപ്ലിമെൻസിനല്ല അതെന്ന് സുധീരൻ ജി മാധ്യമങ്ങളോട് കരഞ്ഞു പറയുകയാണ്. പക്ഷേ അതാർക്കും ബോധ്യപ്പെടുന്ന മട്ടില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ 15-ാം തീയതി തന്നെ ഡൽഹിയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 15-ാം തീയതി ഡൽഹിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരും അത് തന്നെ ആയിരിക്കും ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങളിൽ എന്തോ അസാധാരണമായി സംഭവിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് ഒരു പ്രത്യേക അടിയന്തര സാഹചര്യം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് വിളിപ്പിച്ചു എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. അത് ശരിയല്ല. ഈ ആശയവിനിമയം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള
സാധാരണ രീതിയിലുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ അസാധാരണമായ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. നീ എഴുത്തുകൊണ്ട് കൊടുക്കണം. അഡ്രസ് കവറിലുണ്ട്. വൈകുന്നേരം പോയാ പോരെ? പോരാ ഇപ്പൊ തന്നെ പോണം. പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം. അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ. അല്ലെ വരരുത് പ്ലീസ്. അത് വാങ്ങിച്ചിട്ടേ ബാബുട്ടം വരൂ. എന്നാ വിട്ടോ. വിട്ടു. കത്തയപ്പും പാരവെപ്പും ഒക്കെ ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് ആർക്കാണ് അറിയാത്തത്? അതില്ലെങ്കിൽ പിന്നെ എന്താ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഒരു രസം? ഏറ്റവും നന്നായി പാരവയ്ക്കാൻ അറിയാവുന്ന ഗ്രൂപ്പുകാരനാണല്ലോ ഇവിടെ പതിവായി മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആവുന്നത്. അതുകൊണ്ട് ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ടെന്നേ. ഇനി കേരള നാടിൻ്റെ ശകുനപ്പിഴയായ മുഖ്യമന്ത്രി ചാണ്ടി സാറിനെ പറ്റിയാണ്. ഒരു മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിഭാ അനാച്ഛാദന ചടങ്ങിന് പോലും ആളുകൾ മുഖ്യനെ പങ്കെടുപ്പിക്കാതായി. മുഖ്യമന്ത്രി പങ്കെടുത്താൽ അവിടെ കശപിശയും കച്ചറയും ഉണ്ടാകുമത്രേ. ചുരുക്കി പറഞ്ഞാൽ എരണം കെട്ട ആളുകളെ നമ്മൾ അടുപ്പിക്കില്ല എന്ന് പറയും പോലെ. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ എരണക്കേട് കണ്ടുപിടിച്ചത് ആരാണെന്ന് ഇതുവരെയും ബോധ്യമായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഈ കടും കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നതെന്നാണ് KC ജോസഫ് മന്ത്രിയുടെ കണ്ടുപിടുത്തം. PMOയിൽ നിന്ന് പലതവണ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുകയുണ്ടായി. മുഖ്യമന്ത്രി കൊല്ലത്ത് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിന് PMOയിൽ നിന്ന് കാണിച്ച ആ ജാഗ്രതയും തിരക്കും സംശയകരമാണ്. എന്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? ആ കഷണ്ടിന്റെ പുറപ്പെട്ടിട്ട് അരമണിക്കൂറായി. കുറച്ചുകൂടി നേരത്തെ പുറപ്പെടണോ? അരമണിക്കൂർ മുമ്പേ അവര് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. വേണമെങ്കിൽ ഇനിയും നേരത്തെ പുറപ്പെടാമെന്ന്. അതെങ്ങനെയാ? അരമണിക്കൂർ മുമ്പ് അവർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും നേരത്തെ അവരെങ്ങനെ പുറപ്പെടും? ശ്രീ രാജീവ് പ്രതാപ് റൂഡി പാർലമെന്റിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി ഒരു കത്തും ഇന്നലെ വരെ അയച്ചിട്ടില്ല. അങ്ങനെ ഒരു കത്ത് ഉണ്ടെങ്കിൽ അത് കേരള MP-മാരെ കാണിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് പ്രതാപ് റൂഡി കാണിക്കണം. അവരവിടെ നല്ല സംസാരിക്കുന്നത് വഴിയിലൊരു ബൂത്തിൽ നിന്ന്. ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെ, ഇത് നമ്മൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അത് എന്നോടല്ല, അവരോട് ചോദിക്കും. ഹലോ, ഇത് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച ഫോണല്ലേ? അതെങ്ങനെയാണോ താൻ ഇങ്ങോട്ട് വിളിക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ബൂത്തിലല്ലേ? ബൂത്തിലെ നമ്പർ തനിക്ക് എങ്ങനെ അറിയാം? ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച ഫോണാണ്. ഇത്രയൊക്കെ ആയിട്ടും ആ പാവം വെള്ളാപ്പള്ളി സാറിനെ കുറ്റം പറയുന്നതാണ് കഷ്ടം. പരിപാടിക്ക് എങ്കേമമാക്കണമെന്നേ അങ്ങേര് കരുതിയുള്ളൂ. എരണം കെട്ട ഒന്നിനെ വേദിയിൽ അടുപ്പിച്ചില്ല എന്നതാണത്രേ അദ്ദേഹം ചെയ്ത കുറ്റം. അങ്ങേരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? സമ്മേളനം ഭംഗിയായും വൃത്തിയായും അലമ്പില്ലാതെ നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം ആ യോഗത്തിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു അപശബ്ദം ഉണ്ടായാൽ ആ സമ്മേളനം അലങ്കോലപ്പെടും. പ്രത്യേകിച്ചും ഈ സമത്വ മുന്നേറ്റ യാത്ര ഞാൻ തുടങ്ങിയതിൽ പിന്നീട് പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പും പ്രത്യേകിച്ചും KPCCയുടെ നേതൃത്വത്തിൽ സമുദായത്തെ കടന്നാക്രമിക്കുകയും ഒക്കെ ഉണ്ടായ സാഹചര്യവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ക്രൂശിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ അണികളിൽ അകത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാം നിൽക്കുമ്പോൾ അതിനകത്ത് വന്ന് കൂടുന്ന ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ വളരെ വിഷമം ഉണ്ടാകുമെന്ന് മാത്രമല്ല, പ്രതികരണം ഉണ്ടാകുമെന്നുള്ള വിവരം എനിക്ക് പല കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൊണ്ടാണ്. അല്ല, വെറുതെ അല്ല ഞാൻ പറഞ്ഞത്. അറിയില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ഈ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര നിഷേധിച്ചാലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറ്റകരമായ സമീപനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിക്കണ്ട എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു. എവിടെ നിന്ന് വന്നു, ആരുടെ ഭാഗത്തു നിന്ന് വന്നു, എന്താണെന്ന് പറയണ്ടേ? കേരളത്തിലെ പ്രഗത്ഭനായ മിടുക്കനായ ഭാഗ്യവാനായ ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനെ സന്ദർഭം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കും. അത് നല്ല വിചാരമായി. അതോടൊപ്പം ഈ ശങ്കർ സാറിന്റെ പ്രതിമ പ്രതിഷ്ഠാ കർമ്മം ഭംഗിയായി നടക്കണമെന്നുള്ള ആഗ്രഹവും
ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുള്ള ആഗ്രഹമാണെന്ന് പറയാൻ കാരണമായത്. ഭയങ്കരം തന്നെ. മുഖ്യമന്ത്രി ഇല്ലാത്തത് കൊണ്ടാണത്രേ നമ്മുടെ മോദിജിക്ക് കൊല്ലത്ത് ഇത്രയും കയ്യടി കിട്ടിയത്. അതായത് തിരുവേനി വരുന്നിടത്ത് കീഴാളൻ വന്നാൽ അശുദ്ധിയായി പോവും എന്ന് പറയും പോലെ. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് ആ യോഗത്തിൽ വിളിച്ചവരെ എന്താ വിളിച്ചത്? BJP സിന്ദാബാദ് എന്ന് ആരൊക്കെ വിളിച്ചിട്ട് ആരും ഏറ്റുപറയാനില്ലായിരുന്നു. അതേ സമയത്ത് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞപ്പോൾ ജന ആർത്തിരമ്പിയാണ് വിളിച്ചത്. കാരണം നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നവരും ബഹുമാനിക്കുന്നവരും അദ്ദേഹത്തിന് നിന്നൊരു വലിയൊരു താരപരിവേഷവും എല്ലാം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുമാണ് ആളുകളെല്ലാം ഓടിക്കൂടിയത്. ചാണ്ടി സാറിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച വെള്ളാപ്പള്ളി സാർ മഹാൻ. തനിക്ക് ഭ്രഷ്ട് കൽപ്പിച്ചവരോട് യേശുദേവനെ പോലെ ക്ഷമിച്ചു മാപ്പാക്കിയ ചാണ്ടി സാർ അതിലും വലിയ മഹാൻ. ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലെങ്കിൽ പിന്നെ നമുക്കെന്തിനാണ് പ്രശ്നം? ഇനി സഭയിൽ നിന്നുള്ള പരദൂഷണങ്ങളാണ്. ശങ്കർ ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കാതിരുന്നതിൻ്റെ കലിപ്പിലാണ് പ്രതിപക്ഷം. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആർ ശങ്കറിനെ പ്രതിപക്ഷത്താരും അപമാനിച്ചെന്നുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആവർത്തിക്കാൻ. സാർ ആർ ശങ്കറിനെ അപമാനിച്ചത് വെള്ളാപ്പള്ളി നടേശനാണ്. നിങ്ങളുടെ കോൺഗ്രസ്സുകാർ ആർ ശങ്കറിനെ വേദനിപ്പിച്ചു, ഒരു വെങ്കല പ്രതിമ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്, പ്രതിപക്ഷമല്ല. അദ്ദേഹത്തിനോട് മറുപടി പറയാം. സാർ എനിക്ക് പറഞ്ഞിട്ട് ഇത് പറഞ്ഞോട്ടെ സാർ നിങ്ങൾ അപമാനിച്ചിട്ടില്ല എന്ന് പറയുന്നതിനെ ഞാൻ മുഖവിലക്കെടുത്ത് ഞാൻ നന്ദി പറയുകയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തതിന് മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. അത് വേറെ. പക്ഷേ സാർ, ആ കുടുംബത്തിന്റെ ആ മഹത്വവും അദ്ദേഹത്തിന്റെ പാരമ്പര്യം ദിവാകരൻ ചോദിച്ചത് നന്നായി. ഞാൻ കത്തെഴുതിയത് എന്നാന്നറിയാമോ? 17/12/2014. ഇവിടെയാണ് ചാണ്ടി സാറിൻ്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. വലംകരണത്ത് അടികിട്ടിയാൽ ഇടംകരണം കൂടി കാണിക്കും അദ്ദേഹം. ചാണ്ടി സാറിനെ സംസ്ഥാനത്തിൻ്റെ യേശുക്രിസ്തുവായി പ്രഖ്യാപിക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. നിങ്ങൾ പൂർണ്ണമായും ആ നടപടിയെ അപലപിച്ചു, അതിനെ എതിർത്തു. സന്തോഷമുണ്ട്. പക്ഷേ ഞാനും കൂടിയ നാടകമാണെന്നും പറഞ്ഞ നേതാക്കളുണ്ട്. അത് മറന്നു പോകരുത്. അത് പറഞ്ഞു പോകരുത്. പിന്നെ അങ്ങനെ പറഞ്ഞവരും ഉണ്ട്. ദിവാകരനല്ല പറഞ്ഞവരുണ്ട്. പണ്ട് നെഞ്ചത്ത് കല്ലേറ് കൊണ്ടപ്പോഴും വന്ദേ മാതരം വിളിച്ചതല്ലാതെ പ്രതിപക്ഷത്തോട് പ്രതികാരം വീട്ടിയില്ല മഹാനുഭാവനായ നമ്മുടെ മുഖ്യൻ. ഇപ്പോൾ ഹർത്താൽ വിരുദ്ധ ബില്ല് കൊണ്ടുവന്ന ചെന്നിത്തലാജി ഹർത്താൽ നടത്താൻ വരെ പറഞ്ഞു അത്രേ അന്ന്. ചാണ്ടി സാർ കുലുങ്ങിയോ? ശ്രീ ബാലൻ, ഞാൻ പറയാനിരുന്നതല്ല. എന്റെ നെഞ്ചത്ത് കല്ലുകൊണ്ടിട്ട് പ്രതിഷേധിക്കരുതെന്ന് പറഞ്ഞാളാ. നിങ്ങൾ ഓർക്കണം, ഞാൻ മുഖ്യമന്ത്രി, എനിക്കിട്ട് കല്ലെറിഞ്ഞ് എന്റെ നെഞ്ചത്ത് കൊണ്ടിട്ട് ശ്രീ രമേശ് ചെന്നിത്തല ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് ചെയ്യരുത്. സാർ ആ സമീപനമാണ് ഞാൻ എടുത്തിട്ടുള്ളത്.